ഗുഡ് മോർണിംഗ് ഓൾ. ഐ ആം സവിനു. എല്ലാവർക്കും സവിനൂസ് മാത്സ് പ്ലസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ LP UP എക്സാമിനേഷന് ഈ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. LP UP എക്സാമിനേഷന് ഇനി ഏകദേശം ഒരു മാസമേ ഉള്ളൂ കഷ്ടി. അപ്പോൾ LP UP എക്സാമിനേഷന് സാധാരണഗതിയിൽ ചോദിക്കുന്ന ഏരിയയിൽ നിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും സുഹൃത്തിനും ഒക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 0.897 ക്യൂബ് മൈനസ് 0.397 ക്യൂബ് ഹോൾ ഡിവൈഡഡ് ബൈ 0.897 ഇൻറ്റു 0.397 പ്ലസ് 0.397 ഇൻറ്റു 0.397 പ്ലസ് 0.897 ഇൻറ്റു 0.897. ഇത് LPSA ജൂൺ 2023 ചോദിച്ച ക്വസ്റ്റ്യനാണ്, കഴിഞ്ഞ വർഷം. അപ്പോൾ ഇവിടെ നോക്കുക, ഇതൊക്കെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ സാധാരണ ഇതിൽ ചോദിക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ ഐഡൻറ്റിറ്റീസ് ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുക. ഇപ്പോൾ നോക്കുക, A ക്യൂബ് മൈനസ് ബി ക്യൂബ് ഡിവൈഡ് ബൈ A സ്ക്വയർ പ്ലസ് AB പ്ലസ് B സ്ക്വയർ ഈക്വൽ ടു A മൈനസ് B ആണ്. ഇതൊരു ഐഡൻറ്റിറ്റിയാണ്, ഇത് ബൈ ഹാർട്ട് ചെയ്താൽ മതി. A ക്യൂബ് മൈനസ് ബി ക്യൂബ് ഡിവൈഡ് ബൈ A സ്ക്വയർ പ്ലസ് AB പ്ലസ് B സ്ക്വയർ എന്താണ്? A മൈനസ് B ആണ്. അതേപോലെ ഇവിടെ പ്ലസും ഇവിടെ മൈനസും ആണെങ്കിൽ A ക്യൂബ് പ്ലസ് B ക്യൂബ് ബൈ A സ്ക്വയർ മൈനസ് AB പ്ലസ് B സ്ക്വയർ എന്താണ്? A പ്ലസ് B ആണ്. അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ 0.897 A ആണെന്ന് വിചാരിക്കുക, 0.397 B ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് A ക്യൂബ് മൈനസ് ബി ക്യൂബ് ഈ ഫോമിലാണ്. A ക്യൂബ് മൈനസ് ബി ക്യൂബ് ഡിവൈഡഡ് ബൈ ഇതെന്താണ്? 0.897 ഇൻറ്റു 0.397. 0.897 A ആണ്, 0.397 B ആണ്. അപ്പോൾ ഇത് AB ആണ്. 0.397 ഇൻറ്റു 0.397 ഇത് B ആണ്, ഇതെന്താണ്? B ആണ്. ഇത് B ഇൻറ്റു B ആണ്. പ്ലസ് 0.897 ഇൻറ്റു 0.897. 0.897 A ആണ്, ഇത് A ആണ്, ഇത് A ഇൻറ്റു B. അപ്പോൾ ഇത് A സ്ക്വയർ ആണ്, ഇത് B സ്ക്വയർ ആണ്. ഇതെന്താണ്? A ഇൻറ്റു B, AB ആണ്. അപ്പോൾ ഇത് ഏത് ഫോമിലാണ്? A മൈനസ് ബി, A ക്യൂബ് മൈനസ് ബി ക്യൂബ് ഡിവൈഡഡ് ബൈ AB പ്ലസ് B സ്ക്വയർ പ്ലസ് A സ്ക്വയർ. A ക്യൂബ് മൈനസ് ബി ക്യൂബ് ഡിവൈഡ് ബൈ AB പ്ലസ് B സ്ക്വയർ പ്ലസ് A സ്ക്വയർ. A സ്ക്വയർ പ്ലസ് AB പ്ലസ് B സ്ക്വയർ നമുക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും എഴുതാം. ഡിനോമിനേറ്ററിൽ AB പ്ലസ് B സ്ക്വയർ പ്ലസ് A സ്ക്വയർ A സ്ക്വയർ പ്ലസ് B സ്ക്വയർ പ്ലസ് AB എന്നൊക്കെ എഴുതാം. അപ്പോൾ ഇത് ഈ ഫോമിലാണല്ലോ, A ക്യൂബ് മൈനസ് ബി ക്യൂബ് ഡിവൈഡ് ബൈ A സ്ക്വയർ പ്ലസ് AB പ്ലസ് B സ്ക്വയർ ഫോമിലാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? A മൈനസ് ബി ആണ്. A മൈനസ് ബി എന്ന് പറഞ്ഞാൽ A എന്താണ് ഇവിടെ? 0.897 ആണ്. 0.897 മൈനസ് B എന്താണ്? 0.397. A മൈനസ് ബി 0.897 മൈനസ് 0.397 എന്ന് പറഞ്ഞാൽ 7 മൈനസ് 7 0, 9 മൈനസ് 7 0, 8 മൈനസ് 3 5 ആണ്. 0.5. ഓപ്ഷനിൽ ഡെസിമൽ 0.5 ഇല്ല. നമുക്കറിയാം 0.5 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2 ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? 1/2. അപ്പോൾ ഈ ഐഡൻറ്റിറ്റീസ് രണ്ടും ഓർത്തിരിക്കുക. A ക്യൂബ് മൈനസ് ബി ക്യൂബ് ബൈ A സ്ക്വയർ പ്ലസ് AB പ്ലസ് B സ്ക്വയർ ഈക്വൽ ടു A മൈനസ് ബി ആണ്. ഇതെന്ത് ഫോമിലാണ്? A ക്യൂബ് മൈനസ് ബി ക്യൂബ് ഡിവൈഡഡ് ബൈ ഇത് A സ്ക്വയർ ആണ്, ഇത് AB ആണ്, ഇത് B സ്ക്വയർ ആണ്. അപ്പോൾ A ക്യൂബ് മൈനസ് ബി ക്യൂബ് ബൈ A സ്ക്വയർ പ്ലസ് AB പ്ലസ് B സ്ക്വയർ എന്ന് പറഞ്ഞാൽ A മൈനസ് B. 0.897 മൈനസ് 0.397 ദാറ്റ് ഈസ് 0.5. 0.5 ഓപ്ഷൻ ഇല്ല. അപ്പോൾ 0.5 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2. ഇനി നോക്കും അടുത്ത ക്വസ്റ്റ്യൻ. ഇത് 2023 ക്വസ്റ്റ്യനാണ്, കഴിഞ്ഞ വർഷത്തെ. 3 ക്യൂബിൻ്റെ എത്ര മടങ്ങാണ് 3⁵5? അതായത് 3 ക്യൂബിൻ്റെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 3⁵5 കിട്ടും? എത്ര മടങ്ങ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എത്ര മടങ്ങാണ് ഇത് എന്ന് പറഞ്ഞാൽ ഇതിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ ഇത് കിട്ടും എന്നല്ലേ അർത്ഥം. അപ്പോൾ 3 ക്യൂബിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും എന്ന് അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിനെ ഇതുകൊണ്ട് ഹരിച്ചു നോക്കിയാൽ പോരെ. 3⁵5 ബൈ 3⁵3. 3⁵5 ബൈ 3⁵3. അപ്പോൾ ഇത് ഏത് ഫോമിലാണ്? x⁻m ബൈ x⁻n. എന്താ x⁻m ബൈ x⁻n എന്ന് പറഞ്ഞാൽ? x⁻m ബൈ x⁻n എന്ന് പറഞ്ഞാൽ x⁻m മൈനസ് n ആണ്. അപ്പോൾ നമുക്ക് x⁻m ഇവിടെ ബേസ് x ആണ്, എമ്മിനെ നമ്മൾ പവർ അല്ലെങ്കിൽ ഇൻഡെക്സ് അല്ലെങ്കിൽ എക്സ്പോണൻ്റ് എന്നൊക്കെ പറയും. അപ്പോൾ x⁻m ബൈ x⁻n രണ്ടിൻ്റെയും ബേസ് x ആണ്, സെയിം ആണ്, പവർ ഡിഫറെൻ്റ് ആണ്.
അപ്പോൾ ഡിവിഷൻ ആണെങ്കിൽ പവർ എന്ത് ചെയ്താൽ മതി, മൈനസ് ചെയ്താൽ മതി. ഹരിക്കാനാണെങ്കിൽ പവർ മൈനസ് ചെയ്താൽ മതി. എക്സ് റേസ് ടു എം ബൈ എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എം മൈനസ് എൻ, എക്സ് റേസ് ടു എം മൈനസ് എൻ. അതുപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ ആണെങ്കിൽ എന്ത് ചെയ്യുക, എക്സ് റേസ് ടു എം പ്ലസ് എൻ. ഇവിടെ രണ്ടിൻ്റെ ബേസ് ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ ഗുണിക്കാനാണെങ്കിൽ പവേഴ്സ് എന്ത് ചെയ്യാം, ഈ രണ്ട് പവറും കൂടെ ആഡ് ചെയ്യാണ് വേണ്ടത്. ഹരിക്കാനാണെങ്കിൽ പവർ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. അപ്പോൾ ഇവിടെ 3⁵ ബൈ 3⁵ എന്ന് പറഞ്ഞാൽ 3 പവർ മൈനസ് ചെയ്യുക, 5 മൈനസ് 3, 3⁵ മൈനസ് 3. അപ്പോൾ 3⁵ മൈനസ് 3 എന്ന് പറഞ്ഞാൽ 2, 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9. അപ്പോൾ കറക്റ്റ് ആൻസർ എത്രയാണ്, 9 ആണ്. ഇത് LPSA 2022 ക്വസ്റ്റൻ ആണ്. അടുത്ത ക്വസ്റ്റൻ നോക്കുക. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. 3⁻0 ഇൻറ്റു 4⁻0 ഇൻറ്റു 5⁻0. അപ്പോൾ നമുക്കറിയാം എനി നോൺ സീറോ ബേസ് റേസ്ഡ് ടു എ പവർ 0 ഈസ് 1. അപ്പോൾ x⁻0 എന്താണ്, x⁻0 1 ആണ്. ഏത് സീറോ അല്ലാത്ത ബേസും പവർ 0 ആണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും, 1 ആയിരിക്കും. അപ്പോൾ 3⁻0 1 ആണ്, 4⁻0 1 ആണ്, 5⁻0 എന്താണ്, 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു 1 ഇൻറ്റു 1, ഇതിൻ്റെ ആൻസർ എത്രയാണ്, 1. ഇത് LPSA 2020 ചോദിച്ച ക്വസ്റ്റൻ ആണ്. നമുക്കിനി അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. 10⁻2019 പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന സംഖ്യയിലെ അക്കങ്ങളുടെ തുക. ഇത് നമ്മൾ ഒരു റിസൾട്ടായിട്ട് തന്നെ പഠിച്ചാൽ മതി. 10⁻n പ്ലസ് 1 ഹോൾ സ്ക്വയർ. 10⁻n പ്ലസ് 1 ഹോൾ സ്ക്വയർ. n ഏതൊരു എണ്ണൽ സംഖ്യയാണെങ്കിലും 10⁻n പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന സംഖ്യയിലെ അക്കങ്ങളുടെ തുക 4 ആയിരിക്കും. അപ്പോൾ ഒരു പ്രാവശ്യമായിട്ട് പറയാം. n ഏതൊരു എണ്ണൽ സംഖ്യയാണെങ്കിലും 10⁻n പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന സംഖ്യയിലെ അക്കങ്ങളുടെ തുക എന്തായിരിക്കും, 4 ആയിരിക്കും. ഇപ്പോൾ നോക്കാം, നമുക്ക് n-ൻ്റെ വാല്യൂ 1 ആണെന്ന് വിചാരിക്കാം. n-ൻ്റെ വാല്യൂ 1 ആണെങ്കിൽ നോക്ക് ശരിയാവോ നോക്ക്. 10⁻1 പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, 10⁻1 എന്ന് പറഞ്ഞാൽ 10. അപ്പോൾ 10 പ്ലസ് 1 11. 11ൻ്റെ സ്ക്വയർ എത്രയാണ്, 11ൻ്റെ സ്ക്വയർ 121. ഇതിലെ അക്കങ്ങളുടെ തുക എങ്ങനെയാണ്, അക്കങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ ഈ അക്കങ്ങളൊക്കെ കൂടെ കൂട്ടുക. അപ്പോൾ 1 2 3 3 1 4 ശരിയാണല്ലോ. അക്കങ്ങളുടെ തുക എത്രയാണ്, 4 ആണ്. അപ്പോൾ 10⁻n പ്ലസ് 1 ഹോൾ സ്ക്വയറിലെ അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഇപ്പോൾ n-ൻ്റെ വാല്യൂ 2 ആണെങ്കിൽ നോക്ക്, 10 സ്ക്വയർ പ്ലസ് n-ൻ്റെ വാല്യൂ 2 ആണെന്ന് വിചാരിക്കുക. 10 സ്ക്വയർ പ്ലസ് 1 ഹോൾ സ്ക്വയർ. അതിലെ അക്കങ്ങളുടെ തുക എങ്ങനെയാണ് വരിക, 10 സ്ക്വയർ എന്താണ്, 10ൻ്റെ സ്ക്വയർ 100, 100ഉം 1ഉം 101. 101ൻ്റെ സ്ക്വയർ എങ്ങനെയാണ്, 101ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 101 ഇൻറ്റു 101. അപ്പോൾ എങ്ങനെയാണ് വരിക, 1 0 2 0 1 കിട്ടും. ഇതിലെ അക്കങ്ങളുടെ തുക എങ്ങനെയാണ് വരിക, അക്കങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ കൂട്ടുക. ഇവ രണ്ടും 0 ആണ്, അപ്പോൾ അത് കൂട്ടണ്ട. 1 2 3 1 4. വീണ്ടും അക്കങ്ങളുടെ തുക എന്ത് തന്നെയാണ്, 4 തന്നെയാണ്. ഇനി 10⁻3 പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നോക്ക്, ഇപ്പോൾ 10 ക്യൂബ് എന്ന് പറഞ്ഞാൽ 10⁻3 എന്ന് പറഞ്ഞാൽ 1 കഴിഞ്ഞിട്ട് 3 പൂജ്യമല്ലേ ഉണ്ടാവുക. അപ്പോൾ 1000 പ്ലസ് 1 1001. 1001ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1001 ഇൻറ്റു 1001. അപ്പോൾ അതിവിടെ ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ 2 പൂജ്യം വരും, ഇവിടെ 2 പൂജ്യം വരും, ബാക്കി ഇതുപോലെ തന്നെ വരാം. 1 കഴിഞ്ഞിട്ട് 2 പൂജ്യം വരും, 2 കഴിഞ്ഞിട്ട് 2 പൂജ്യം വരും, പിന്നെ 1. അപ്പോൾ ഇവിടെയും സംഖ്യകളുടെ അക്കങ്ങളുടെ തുക എത്രയാണ്, 1 2 3 1 4. അപ്പോൾ ഇതൊരു റിസൾട്ടായിട്ട് ഓർത്തിരുന്നാൽ മതി. 10⁻n പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈ സംഖ്യയിലെ അക്കങ്ങളുടെ തുക എന്തായിരിക്കും, 4 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ സംഖ്യയിലെ അക്കങ്ങളുടെ തുക എത്രയാണ്, 4 ആണ്. അത് LPSA 2020 ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇനി 3⁻x പ്ലസ് 2 ഈക്വൽ ടു 9⁻x മൈനസ് 1 ആയാൽ എക്സിൻ്റെ വില എത്രയാണ്. ഇത് LPSA 2020 ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് കൃത്യംഗങ്ങൾ എന്ന് പറയുന്ന ഏരിയ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇതെല്ലാം നമ്മൾ കൃത്യംഗങ്ങൾ എന്നുള്ള ഏരിയ എന്നുള്ള ക്വസ്റ്റ്യനാണ് കൂടുതലും എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നോക്കുക, ഇവിടെ ഒരു ഇക്വേഷനാണ്. അപ്പോൾ രണ്ട് സൈഡിലും ബേസ് ഈക്വൽ ആവണം. ഇവിടെ ബേസ് എത്രയാണ്, 3. പക്ഷേ ഇവിടെയും ബേസ് എന്താവണം, 3 ആവണം. എന്നാലേ നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് 3⁻x പ്ലസ് 2 ഈക്വൽ ടു, ഇവിടെ എങ്ങനെയാണ് ബേസ് 3 ആക്കുക, ഇവിടെ 9നെ നമുക്ക് എങ്ങനെ എഴുതാം, 3 സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ 9ന് പകരം നമ്മൾ എന്ത് ചെയ്തു, 3 സ്ക്വയർ എന്ന് എഴുതി. 9ന് പകരം 3 സ്ക്വയർ എന്ന് എഴുതി. ഈ 9ന് പകരമാണ് നമ്മൾ 3 സ്ക്വയർ എന്ന് എഴുതി. ഒരു പവർ ഇവിടെ x-1 ഉണ്ട്, ആ x-1 അങ്ങനെ തന്നെ എഴുതി.
അപ്പോൾ ഈ 9 പകരം നമ്മൾ 3 സ്ക്വയർ എഴുതി, പവർ എക്സ് മൈനസ് 1 എഴുതി. പവർ എക്സ് ഇവിടെ ഓൾറെഡി ഒരു പവർ നമ്മൾ എഴുതിയത് കൊണ്ട് ഒരു ബ്രാക്കറ്റ് ഇട്ട് എക്സ് മൈനസ് 1 നമ്മൾ പുറത്തെഴുതി. അപ്പോൾ നമുക്ക് 3 റേസ് ടു എക്സ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു ഒന്നിലധികം പവർ വരികയാണെങ്കിൽ ആ പവർ എല്ലാം കൂടെ ഗുണിക്കുക വേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് എക്സ് റേസ് ടു എം ഹോൾ റേസ് ടു എൻ. ഇവിടെ 2 പവർ വരുന്നുണ്ട്, ഇവിടെ ഒരു പവർ എം, ഇവിടെ ഒരു പവർ എൻ. അപ്പോൾ ഈ 2 പവറും കൂടെ ഗുണിച്ചാൽ മതി. അപ്പോൾ എക്സ് റേസ് ടു എം ഇൻറ്റു എൻ ആണ്. ഈ 2 പവറും കൂടെ ഗുണിക്കാം. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ 3 സ്ക്വയർ ഹോൾ റേസ് ടു എക്സ് മൈനസ് 1. അപ്പോൾ ഇവിടെ ഒരു പവർ 2, ഇവിടെ ഒരു പവർ എക്സ് മൈനസ് 1. ഈ 2 കൂടെ ഗുണിക്കുക വേണ്ട. അപ്പോൾ 3 റേസ് ടു ഈ 2നെ എക്സ് മൈനസ് 1 കൊണ്ട് എങ്ങനെയാണ് ഗുണിക്കുക? ആദ്യം 2നെ എക്സ് കൊണ്ട് ഗുണിക്കണം, മൈനസ്, പിന്നെ 2നെ 1 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 2നെ എക്സ് മൈനസ് 1 കൊണ്ട് ഗുണിക്കുക. ഈ 2 പവറും കൂടെ ഗുണിക്കുക നമ്മൾ ചെയ്യുന്നത്. 2 ഇൻറ്റു എക്സ് 2x, പിന്നെ ഈ മൈനസ് 2 മൈനസ് 2 ഇൻറ്റു 1 2. അപ്പോൾ 2 ഇൻറ്റു എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എക്സ് മൈനസ് 2 ഇൻറ്റു 1 ആണ്. 2 ഇൻറ്റു എക്സ് 2x മൈനസ് 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ടും ബേസ് ഈക്വൽ ആണ്. ഇവിടെയും ബേസ് 3 ആണ്, ഇവിടെയും ബേസ് 3 ആണ്. ഇതൊരു ഇക്വേഷൻ ആണ്. 2 സൈഡിലും ബേസ് ഈക്വൽ ആണെങ്കിൽ എന്തും ഈക്വൽ ആവണം, പവേഴ്സും ഈക്വൽ ആവണം. അപ്പോൾ ഇവിടെ പവറും ഇവിടുത്തെ പവറും ഈക്വൽ ആവണം. അതായത് എക്സ് റേസ് ടു എം ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ. ഇവിടെ ബേസ് എക്സ് ആണ്, ഇവിടെയും ബേസ് എക്സ് ആണ്. അപ്പോൾ ഈ 2 ബേസും ഈക്വൽ ആണെങ്കിൽ ഈ പവർ എമ്മും എന്നും ഈക്വൽ ആണ്. എം ഈക്വൽ ടു എൻ എന്നർത്ഥം. അപ്പോൾ ഇവിടെ 2 സൈഡിലും ബേസ് ഈക്വൽ ആണ്. ഇവിടെയും ബേസ് 3 ആണ്, ഇവിടെയും ബേസ് 3 ആണ്. അപ്പോൾ ഈ 2 പവറും ഈക്വൽ ആവണം. 2 പവറും ഈക്വൽ ആവണം എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 2 എന്തിന് ഈക്വൽ ആവണം? എക്സ് പ്ലസ് 2 2x മൈനസ് 2 ഈക്വൽ ആവണം. 2x മൈനസ് 2 ഈക്വൽ ആവണം. പിന്നെ നമ്മളെങ്ങനെ എക്സ് കാണണമെങ്കിൽ എക്സ് ഉള്ളതെല്ലാം കൂടെ ഒരു സൈഡിലേക്ക് എടുക്കുക. അപ്പോൾ നമ്മൾ ഈ മൈനസ് 2നെ ഇങ്ങോട്ട് എടുക്കുക. ഇവിടെ ഈ 2 ഉണ്ട്, ആ 2 അവിടെ തന്നെ നിർത്തി. ഈ മൈനസ് 2നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്ന വന്ന് പ്ലസ് 2 ആവും, ഈക്വൽ ടു. അപ്പോൾ നമ്മൾ ഈ 2 ഇവിടെ തന്നെ നിർത്തി, ഈ മൈനസ് 2നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, പ്ലസ് 2 ആക്കി. ഇവിടെ ഇക്വേഷൻ സൈൻ കഴിഞ്ഞിട്ട് ഒരു 2x ഉണ്ട്, നമ്മൾ അങ്ങനെ തന്നെ എഴുതി. പിന്നെ നമ്മൾ ഈ എക്സ് എടുക്കാത്തത്, ഈ പ്ലസ് എക്സ് ഇവിടുന്ന് അങ്ങോട്ട് എടുക്കുമ്പോൾ എന്താവും? മൈനസ് എക്സ് ആവും. ഇവിടെ പ്ലസ് എക്സ് ആണിത്, അത് ഇവിടുത്തെ മൈനസ് എക്സ് ആവും. അപ്പോൾ 2 + 2 4 സമം 2x മൈനസ് എക്സ് എത്രയാണ്? എക്സ്. അപ്പോൾ എക്സിൻ്റെ വില എത്രയാണ്? 4. അപ്പോൾ 3 റേസ് ടു എക്സ് പ്ലസ് 2 ഈക്വൽ ടു 9 റേസ് ടു എക്സ് മൈനസ് 1 ആയാൽ എക്സിൻ്റെ വില എത്രയാണ്? 4 ആണ്. അപ്പോൾ ഈ തരത്തിലുള്ള പ്രോബ്ലം ശരിക്കും ശ്രദ്ധിക്കുക. ഒരു ഇക്വേഷൻ ആണെങ്കിൽ 2 സൈഡിലും നമ്മൾ എന്ത് ഈക്വലാക്കുക? പവർ ഈക്വൽ ആക്കുക. 2 സൈഡിലും പവർ ഈക്വൽ ആണെങ്കിൽ ഏതും ഈക്വൽ ആയിരിക്കും, കൃതികളും ഈക്വൽ ആയിരിക്കും. 2 സൈഡിലും ബേസ് ഈക്വൽ ആണെങ്കിൽ 2 സൈഡിലും എന്ത് ഈക്വൽ ആയിരിക്കും? പവർ ഈക്വൽ ആയിരിക്കും, കൃതികളും ഈക്വൽ ആയിരിക്കും. അത് LPSA 2020 ചോദിച്ചിട്ടുള്ളതാണ്. ഇനി 399ൻ്റെ 3 മടങ്ങ്. 399ൻ്റെ 3 മടങ്ങ് എങ്ങനെയാണ് കാണുക? ഒരു സംഖ്യയുടെ 3 മടങ്ങ് കാണണമെങ്കിൽ അതിനെ 3 കൊണ്ട് ഗുണിക്കല്ലേ വേണ്ടത്. അപ്പോൾ 399ൻ്റെ 3 മടങ്ങ് കാണണമെങ്കിൽ 399നെ 3 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 399ൻ്റെ 3 മടങ്ങ് കാണണമെങ്കിൽ 399 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 3 അല്ലേ. അപ്പോൾ ഇതിപ്പോൾ ഏത് ഫോമിലാണ്? എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ. എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു 2ൻ്റെയും ബേസ് 3 ആണ്. ഗുണിക്കാനാണെങ്കിൽ പവേഴ്സ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? കൂട്ടുക വേണ്ടത് അല്ലേ. ഗുണിക്കുമ്പോൾ പവേഴ്സ് കൂട്ടുക. അപ്പോൾ 3 റേസ് ടു 99 + 1 99 1 കൂട്ടിയാൽ 100. അതായത് എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എം പ്ലസ് എൻ ആണ്. ഇവിടെ ഗുണിക്കാനാണ്, 2 സൈഡിലും ബേസ് ഈക്വൽ ആണ് 2 നമ്പറിൻ്റെയും. അപ്പോൾ പവേഴ്സ് കൂട്ടിയാൽ മതി. എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എം പ്ലസ് എൻ ആണ്. അപ്പോൾ 3 റേസ് ടു 99 ഇൻറ്റു 3 റേസ് ടു 1 എന്ന് പറഞ്ഞാൽ 3 റേസ് ടു 99 + 1. 99 + 1 എത്രയാണ്? 100 ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തത് LP UP എക്സാമിനേഷന് ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ള കൂടുതലായിട്ടും ചോദിക്കുന്ന ഏരിയയിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഏരിയയിൽ നിന്നുള്ള കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെടാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഏരിയ കൂടുതലായിട്ട് വേണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുക. ഇത് നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.